ഓക്കെ ഹലോ സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം പുൻമ്യ ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലും മൊഡ്യൂൾ 1 അതിൽ നമ്മൾ പഠിച്ച കുറേ പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോബ്ലം ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ a catchment has 5 rain gauge stations. 5 rain gauge stations ഉണ്ട്. In a year the annual rainfall recorded by the gauges are ഓരോന്ന് 5 റെയിൻ ഗേജ് സ്റ്റേഷൻസിലും റെക്കോർഡ് ചെയ്യുന്ന റെയിൻഫോളിൻ്റെ വാല്യൂസും സെൻറ്റിമീറ്ററിലുള്ളത് തന്നിട്ടുണ്ട്. ഫോർ എ 6% എറർ ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് ദി മീൻ റെയിൻഫോൾ ഡിറ്റർമൈൻ ദി അഡീഷണൽ നമ്പർ ഓഫ് ഗേജസ് നീഡഡ്. അപ്പോൾ ഒരു 6% എറർ ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഇനിയും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇനി എത്ര ഗേജസും കൂടെ വേണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യമേ നമ്മൾ അവിടുത്തെ മീൻ റെയിൻഫോൾ കണ്ടുപിടിക്കണം, എക്സ് ബാർ കണ്ടുപിടിക്കണം. അതിന് എന്താണ് മൊത്തത്തിലുള്ള റെയിൻഫോളിൻ്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 5 ഉണ്ടല്ലോ, ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ അത്രയും സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അത്രയും മീൻ റെയിൻഫോൾ കിട്ടും. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ മിസ്സിങ് നമ്പർ ഓഫ് ഗേജസ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒപ്റ്റിമം നമ്പർ ഓഫ് ഗേജസ് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്, മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം അതനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n-1. അതനുസരിച്ച് അത് ചെയ്യുക. ചെയ്ത് കിട്ടുന്നതാണ് എസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് 13.41 കിട്ടും. അങ്ങനെയാണെങ്കിൽ സി വി കണ്ടുപിടിക്കുക അല്ലേ. അപ്പം എസ് ബൈ എക്സ് ഇൻറ്റു 100, എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബാർ ആണ്, മീൻ റെയിൻഫോൾ ആണ്, അത് ചെയ്യുക. അപ്പം സി വി കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ കണ്ടുപിടിക്കാനുള്ള, ഒപ്റ്റിമം നമ്പർ ഓഫ് ഗേജസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഡിവൈഡ് ബൈ പി എന്ന് പറയുന്നതാണ് ആ എറർ. അപ്പം 7 കിട്ടും. അപ്പം നമുക്ക് ഓൾറെഡി ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ 5 ഉണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 7 ആണ് ശരിക്കും ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ വേണ്ടത്. അപ്പം 7 - 5 ഉണ്ട്, അപ്പം 2 ആണ്. ഇനിയിപ്പം 2 കൂടെ എക്സ്ട്രാ വേണം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഒരു വാട്ടർ ഷെഡ് 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട്, ABCD. അവിടുത്തെ എയിലെ വാല്യൂസ് തെറ്റാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ അവിടെ അത് ഇന്നോപ്പറേറ്റീവ് ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ എയിലെ കിട്ടിയില്ല. അങ്ങനെ ആകുമ്പം ബിയിലെയും സിയിലെയും ഡിയിലെയും വാല്യൂസ് നമ്മുടെ ഉണ്ട് റെയിൻഫോളിൻ്റെ. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദി മിസ്സിംഗ് സ്റ്റോം പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്റ്റേഷൻ എ. അത് അരിത്തമെറ്റിക് മീൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ട് അങ്ങ് ചെയ്യുക. 3 ഉണ്ടല്ലോ ഇപ്പോൾ കയ്യിലുള്ളത്. 1/3 ഇൻറ്റു ഏതിലേക്കാണ് സ്റ്റേഷൻ ബി, സി ആൻഡ് ഡിയിലെ പ്രസിപ്പിറ്റേഷൻ്റെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 3 ചെയ്യുക. ആ കിട്ടുന്നതായിരിക്കും എ എന്ന സ്റ്റേഷനിലെ പ്രസിപ്പിറ്റേഷൻ്റെ വാല്യൂ. അടുത്തത് നോർമൽ റേഷ്യോ മെത്തേഡ് വെച്ച് ചെയ്യേണ്ടതാണ്. അത് ക്വസ്റ്റിനകത്ത് ആ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ്റെ ഒക്കെയാണ്. അപ്പം അതനുസരിച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമൽ റേഷ്യോ മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എക്സ് എന്ന സ്റ്റേഷനത് കിട്ടിയിട്ടില്ല, കാര്യം അത് മിസ്സിംഗ് ആണ്. എ, ബി, സിയുടെ പ്രസിപ്പിറ്റേഷൻ വാല്യൂസ് ഉണ്ട്. പിന്നെ ബാക്കി എക്സും എയും ബിയും സിയിലെ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ ഉണ്ടെങ്കിൽ എക്സിലെ സ്റ്റോം പ്രസിപ്പിറ്റേഷൻ കണ്ടുപിടിക്കാമല്ലോ. നോർമൽ റേഷ്യോ മെത്തേഡ് വെച്ചിട്ട് എന്താണ് ഫോർമുല 1/3 എന്ന് വെച്ചാൽ 3 സ്റ്റേഷൻ്റെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 1/3 NX/NA, ഓക്കെ, ഇൻറ്റു P/A പ്ലസ് NX/NB ഇൻറ്റു PB പ്ലസ് NX/NC ഇൻറ്റു PC. ഇത് ചെയ്യുക. ആ കിട്ടുന്നത് പറഞ്ഞാൽ എക്സ് എന്ന സ്റ്റേഷനിലെ സ്റ്റോം പ്രസിപ്പിറ്റേഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് വേറെ ടൈപ്പാണ്, നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ സിമ്പിളാണ്. അപ്പം നമ്മൾ എന്താണ് മിസ്സിംഗ് പ്രസിപ്പിറ്റേഷൻ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സാണ് പഠിച്ചത് അല്ലേ. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ മെത്തേഡും നോർമൽ റേഷ്യോ മെത്തേഡും. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 മെത്തേഡ്സ്. ഇനി ഇത് കൂടാതെ ഒരു മെത്തേഡാണ് ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഓക്കെ, ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ആ മെത്തേഡ് വെച്ച് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പോകാം, കാര്യം സിമ്പിളാണ്. പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ട് അങ്ങനെ വലിയൊരു ഇക്വേഷനൊന്നും ഇല്ല, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഇൻ എ റിവർ ബേസിൻ എ സ്റ്റേഷൻ എ വാസ് ഇൻഓപ്പറേറ്റീവ്. ഓക്കെ, സ്റ്റേഷൻ എ ഇൻഓപ്പറേറ്റീവ് ആണ്. വൈൽ സ്റ്റേഷൻ ബി, സി, ഡി ആൻഡ് ഇ സറൗണ്ടിങ് എ വെയർ ഇൻ ഓപ്പറേഷൻ. അപ്പം ഈ ബാക്കി പറഞ്ഞ ബി, സി, ഡി ആൻഡ് ഇയിലേത് ഓപ്പറേറ്റീവ് ആണ്. അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ വാല്യൂസ് തന്നിട്ടുണ്ട് MM-ലുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി, സി, ഡി ആൻഡ് ഇ ആർ
9ഉം 6ഉം ആണ് ബിയിലെ കോർഡിനേറ്റ്, 12ഉം -9ഉം ആണ് സിയിലെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പം ഒരു കോർഡിനേറ്റ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ സ്റ്റേഷൻസ് ഇരിക്കുന്ന അനുസരിച്ച് ഒരു കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുവാണ്. ബിയിലെ കോർഡിനേറ്റ് ആണ് 9ഉം 6ഉം, സിയിലേത് 12ഉം -9ഉം. അങ്ങനെയാണെങ്കിൽ എ എന്ന സ്റ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ എന്ന സ്റ്റേഷൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ മിസ്സിംഗ് ഡാറ്റ ഏതാണോ ആ കോർഡിനേറ്റ് എപ്പോഴും 00 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റിനകത്ത് അത് എടുത്ത് പറയുന്നുണ്ട് വിത്ത് കോർഡിനേറ്റ് ഓഫ് എ എസ് 00. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മൾ 00 ആക്കിയിട്ട് ബാക്കി കയ്യിലുള്ളതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദി മിസ്സിംഗ് സ്റ്റോം പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്റ്റേഷൻ എ ബൈ ദി ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആയിട്ട് DB സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ബി എന്നതിൻ്റെ കോർഡിനേറ്റ് എന്തൊക്കെയാണ് 9ഉം 6ഉം അല്ലേ. അപ്പം 9² + 6² അത് കിട്ടുക 117 കിട്ടും. അതുപോലെ തന്നെ സിയിലെ അതുപോലെ തന്നെ DC² കാണണം. അതെന്ന് വെച്ചാൽ 12² + -9ൻ്റെ സ്ക്വയർ. അപ്പോൾ അത് ആൻസർ കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ സ്ക്വയർ ചെയ്തത് കണ്ടുപിടിക്കുക. അടുത്തത് വെയിറ്റേജ് കണ്ടുപിടിക്കണം. അപ്പം ബിക്കുള്ള വെയിറ്റേജ് അതാണ് WB എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുന്നത് 1/, അവിടുത്തെ DB² എത്രയാണ്, 1/117 ചെയ്യുക. അപ്പോൾ അത്രയും ആൻസർ കിട്ടും. WC എന്ന് പറയുന്നത് 1/DC², ആ കിട്ടിയ ആൻസർ ചെയ്യുക. അങ്ങനെ WB, WC, WD, WE അങ്ങനെ വെയിറ്റേജ് ഓരോ സ്റ്റേഷനും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഫോമുലയാണ് എക്സ് എന്ന സ്റ്റേഷൻ ആയതുകൊണ്ടാണ് PX = സിഗ്മ ഓഫ് PI × WI / സിഗ്മ WI. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ തമ്മിലാണ്, ഓരോ സ്റ്റേഷനിലെ ബി എന്ന സ്റ്റേഷനിലെ പ്രസിപ്പിറ്റേഷൻ ക്വസ്റ്റിന് പറയുന്നുണ്ട് 74 എന്നുള്ളത്. 74 × WB അതെത്രയാണെന്ന് എഴുതുക. പ്ലസ് അടുത്ത സിയിലുള്ളത് 88 × WC എത്രയാണ് 4.44 × 10⁻3. അപ്പം 10⁻3 കോമൺ ആയിട്ട് എടുത്തിട്ട് താഴെയും 10⁻3 എടുക്കാമല്ലോ. അപ്പോൾ രണ്ടും ക്യാൻസലായിപ്പോയി. അതാണ് 10⁻3 പിന്നെ താഴത്തെ ഫോമുല ഇല്ലാത്ത ക്യാൻസലായിപ്പോയി. അങ്ങനെ ചെയ്യുക. ആ ഫോമുല കിട്ടുന്ന ആൻസറാണ് എക്സ് എന്ന സ്റ്റേഷനിലെ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ്, ഇൻവേഴ്സ് ഡിസ്റ്റൻസ് മെത്തേഡ്. സിമ്പിളാണ്, അത്യാവശ്യം ഒന്നും അത്ര ഡിഫിക്കൽട്ടായിട്ടൊന്നും ഇല്ല. അപ്പം ഈ ഒരു മെത്തേഡോടെ നോക്കുക, ഇൻ കേസ് ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാം. അടുത്തത് ദ ഓർഡിനേറ്റ്സ് ഓഫ് എ റെയിൻഫോൾ മാസ് curve for a storm which commenced at 6:30 hours recorded by self-recording rain gauge at 15 minutes interval are as under. അപ്പം ഒരു സ്ഥലത്ത് MM-ൽ നമുക്ക് റെയിൻഫോളിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. 15 മിനിറ്റ് ഇൻ്റർവെൽ കൂടിയിട്ടാണ് നമ്മൾ ആ റെയിൻ ഗേജ് സ്റ്റേഷനിൽ പോയിട്ട് വാല്യൂസ് നോക്കിയത്. അപ്പം സെൽഫ് റെക്കോർഡിംഗ് ആണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തപ്പം 00 ആയിരുന്നു. 15 മിനിറ്റ് നോക്കിയപ്പോഴേക്കും 10 ആയി. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ആ 10 തന്നെയാണല്ലോ ബാക്കി റെയിൻഫോളും വീഴുന്നത്. അപ്പം 10 എന്നുള്ളത് അത് 12 ആയി. അപ്പം മൊത്തത്തിൽ ക്യുമുലേറ്റീവായിട്ട് ആഡ് ചെയ്താൽ പോകുന്നത്, അല്ലാതെ അത് രണ്ടിൻ്റെയും ഗ്യാപ്പിലുള്ള വാല്യൂസ് അല്ല. അപ്പം നമ്മൾ കിട്ടുമ്പോഴും ക്യുമുലേറ്റീവ് വാല്യൂ ആണ് എന്ന് ഓർക്കുക. എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് അതിലോട്ട് തന്നെയാണ് ആഡ് ആകുന്നത് ആ വരുന്ന റെയിൻഫോൾ. 15 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നോക്കി എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ 0 ആയിരുന്നു, 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 12.4 ആയി. അടുത്ത 15 മിനിറ്റ് ആയപ്പം 22.1 എന്നായി വാല്യൂ. അപ്പം കുറച്ചും കൂടെ വെള്ളം ആ 12.4 പിന്നെയും കൂടെ വെള്ളം വീണു. അങ്ങനെ വീണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കൺസ്ട്രക്ട് ദി ഹൈറ്റോഗ്രാഫ് ഓഫ് ദിസ് സ്റ്റോം ഫോർ എ യൂണിഫോം ഇൻ്റർവൽ ഓഫ് 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് കൂടുമ്പോൾ ഉള്ള ഇൻ്റർവെല്ലിൽ വേണ്ട ഒരു ഹൈറ്റോഗ്രാഫ് വരയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തെടുക്കണം, റെയിൻഫോൾ ഇൻറ്റൻസിറ്റി വേണം അല്ലേ. ഹൈറ്റോഗ്രാഫ് എന്ന് വെച്ചാൽ എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്, Y ആക്സിസിൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും താഴത്തെ X ആക്സിസിൽ ടൈം നമുക്ക് പിന്നെ ഉണ്ട്. 6:30 സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ 6:30, 6:45, 7 മണി, 7:15 അങ്ങനെ എഴുതാം. റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയാണ് ഇല്ലാത്ത, അപ്പോൾ അതിനൊരു ടേബിൾ വരയ്ക്കുക. ടൈം എല്ലാം ഇപ്പം 6:30 സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 15 മിനിറ്റ് ഇൻ്റർവെല്ലാന്ന് പറഞ്ഞു. അതനുസരിച്ച് ആദ്യം 6:30 to 6:45 to 7:08 to 7:15, 7:30, 7:45 അങ്ങനെ ടൈം എഴുതുക. കയ്യിൽ എത്ര റെയിൻഫോളിൻ്റെ വാല്യൂസ് ഉണ്ടോ അത് എൻഡ് ചെയ്യുന്നതനുസരിച്ച് ടൈം അത്രയും എഴുതുക. ലാസ്റ്റ് 146 എന്ന് വെച്ചാൽ 146 ആയിരുന്നു 9:15 നോക്കിയപ്പോഴും, 9:30 നോക്കിയപ്പോഴും 146 എന്ന് വെച്ചാൽ അതിനിടെ ആ സമയത്ത് മഴ നിന്നു അതിൻ്റെ അർത്ഥം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ ആ 2 കോളംസ് എഴുതുക. അപ്പം സെക്കൻഡ് കോളത്തിന് ഹെഡിങ് ക്യുമുലേറ്റീവ് റെയിൻഫോൾ എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് പോയതാണ് MM-ലുള്ളത്. ഓക്കെ, ഇനി അടുത്ത കോളം റെയിൻഫോൾ ഇൻ സക്സസീവ് 15 മിനിറ്റ് ഇൻ്റർവെൽ.
അത് MM-ൽ എന്ന് വെച്ചാൽ ഓരോ ഇൻ്റർവെല്ലിലും ഉള്ളത് നമുക്ക് എഴുതണം. അതാണ് അടുത്ത കോളമായിട്ട് എഴുതേണ്ടത്. അപ്പം ആദ്യത്തത് ജസ്റ്റ് ഒന്നും ഇല്ല, വാല്യൂ 0 തന്നെ. അടുത്തത് 12.4 ആണല്ലോ. അടുത്ത 15 ആ 0 തൊട്ട് ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ 12.4 ആയിരുന്നു. അടുത്ത 15 മിനിറ്റിനുള്ളിലുള്ളത് 9.7. അതെങ്ങനെ കിട്ടിയത്? 22.1 മൈനസ് 12.4 ചെയ്യുമ്പോൾ 9.7 കിട്ടും. അടുത്തത് 13 കിട്ടുന്നത് 35.1 മൈനസ് 22.1. അങ്ങനെ മൈനസ് ചെയ്ത് ഉള്ളത് ആ ഒരു കോളത്തിൽ എഴുതുക. അടുത്തത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? MM/hour. എന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയ ലാസ്റ്റ് കോളം ഇല്ല, തേർഡ് കോളം, അതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 15 മിനിറ്റ്. അപ്പം മിനിറ്റിനെ അവർ ആക്കുമ്പോൾ 0.25 അവർ. അപ്പം ആദ്യത്തെ വാല്യൂ എന്ന് വെച്ചാൽ 12.4 ഡിവൈഡ് ബൈ 0.25 ചെയ്യുമ്പോൾ 49.6 കിട്ടും. അതുപോലെ 9.7 ഡിവൈഡഡ് ബൈ 0.25 ചെയ്യുമ്പം 38.8 കിട്ടും. അങ്ങനെ ആ ഒരു കോളം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ്? ആ ഒരു ഫിഗർ വരയ്ക്കുക. സിമ്പിളാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ബാർ ചാർട്ട് പോലെ ഇങ്ങനെ കണക്ട് ചെയ്താൽ പോകണ്ട. അപ്പോൾ ആദ്യത്തതിൽ 6:30-6:30-യും 6:45 ഇടയ്ക്കാണല്ലോ ഏത് 49.6. അപ്പോൾ അത് ആ 40-യുടെയും 60-യുടെ ഇടയ്ക്ക് മാർക്ക് ചെയ്യുക. അത്രയും സ്പേസിനുള്ളിൽ അതൊരു റെക്റ്റാങ്കിൾ പോലെ ഒരു ബാർ ചാർട്ട് പോലെ വരയ്ക്കുക. അടുത്തത് 2-ന്റെ ഇടയ്ക്ക് 38.8 ആണ്. അപ്പം അത് അതനുസരിച്ച് വരയ്ക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ബാക്കിയായിട്ട് പറയാം. ഫോർ ദി സ്റ്റോം ഓഫ് എക്സാമ്പിൾ 4.7, ഇപ്പോൾ തൊട്ട് കണ്ടത്. കമ്പ്യൂട്ട് ദി മാക്സിമം റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഫോർ ഡ്യൂറേഷൻ ഓഫ് 15, 30, 45, 60, 90. അങ്ങനെ ഇത്രയും മിനിറ്റിനുള്ളിൽ ഓരോ മിനിറ്റിലും ഉള്ള മാക്സിമം റെയിൻഫോൾ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പ്ലോട്ട് ദി ഇൻറ്റൻസിറ്റി ഡ്യൂറേഷൻ കർവ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തെടുക്കണം? ആ സെയിം ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ. അപ്പം ടൈം എഴുതുക. ഒന്നുകൂടെ ക്യുമുലേറ്റീവ് റെയിൻഫോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ 15 മിനിറ്റ് ഇൻ്റർവെല്ലോ നമ്മൾ മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ, അതും എഴുതുക, 15 മിനിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ റെയിൻഫോൾ ഇൻ എനി പോസിബിൾ ടൈം ഇൻ്റർവെൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം അടുത്ത 30 മിനിറ്റിന് വേണം, 45, 60, 90 ആൻഡ് 120 മിനിറ്റിനുള്ളത് വേണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 22.1 എന്ന് വെച്ചാൽ ഈ വാല്യൂ കണ്ടില്ലേ, 7 മണിക്കുള്ളത്, ആ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 7 മണിക്ക് നേരെയുള്ള വാല്യൂ ഇല്ലേ, കാര്യം എന്താണ്? 30 മിനിറ്റ് ഇൻ്റർവെൽ എന്നല്ല പറഞ്ഞത്. അപ്പം 6:30-യുടെയും 6:45-യുടെ ഇടയ്ക്ക് 15 മിനിറ്റ് ആയതേ ഉള്ളൂ. പിന്നെ 7 മണി ആയാലേ അത് അടുത്ത 30 മിനിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ 30 മിനിറ്റ് നേരെയുള്ള വാല്യൂ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ, 22.1 എന്നുള്ളത്. അത് എഴുതുക. എന്നിട്ട് എന്താണ്? 9.7 പ്ലസ് 13 ചെയ്യുമ്പം 22.7 കിട്ടും. അടുത്തത് 13 പ്ലസ് 17.6 ചെയ്യുമ്പം ഇത് കിട്ടും. അങ്ങനെ രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്തതാണ് ഈ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ 22.11 ഇവിടുന്ന് കിട്ടിയതാണെന്നും പറയാം, അല്ലെങ്കിൽ 12.4 പ്ലസ് 9.7 ചെയ്ത് നോക്കിയാലും കിട്ടും 22.1 എന്നുള്ളത്. അപ്പം മേലിൽ നിന്ന് രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യുന്നതാണ് 22.1. അടുത്ത 9.7-ഉം 13-ഉം ആഡ് ചെയ്യുമ്പോൾ 22.7. അടുത്ത 13-ഉം 17.6 ആഡ് ചെയ്യുമ്പോൾ 30.6. അങ്ങനെ രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്തത് ഇങ്ങനെ എഴുതുക. ഓക്കെ, അടുത്ത 45 മിനിറ്റിനുള്ളത് എന്ന് പറയുമ്പോൾ മേലിൽ നിന്ന് ആദ്യത്തെ 3 എണ്ണം വെച്ച് ആഡ് ചെയ്യാം. 12.4 പ്ലസ് 9.7 പ്ലസ് 13 ചെയ്യുമ്പോൾ നമുക്ക് 35.1 കിട്ടും. അടുത്ത 14.3 കിട്ടണമെങ്കിൽ അടുത്ത 3 എണ്ണം 9.7, 13, 17.6 ചെയ്യുമ്പോൾ 40.3. ഓക്കെ, അങ്ങനെ ഇത് ചെയ്യുക. അപ്പം ഇവിടുത്തെ ആദ്യത്തത് ഇങ്ങനെ ആഡ് ചെയ്യാതെ അല്ലാതെ തന്നെ ഈ 35.1 തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് എഴുതാം. അടുത്ത 60 മിനിറ്റിനുള്ളത് അടുത്ത 4 എണ്ണം ആഡ് ചെയ്യുക, ഇവിടെ കിട്ടും 52.7 കിട്ടും. പിന്നീടുള്ള 4 എണ്ണം ആഡ് ചെയ്യുക, 51.3 കിട്ടും. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 19 മിനിറ്റിനുള്ളതും അതേപോലെ തന്നെ ആദ്യത്തെ 5 എണ്ണം, ഇവിടെ നിന്ന് ആദ്യത്തെ 5 എണ്ണം ആഡ് ചെയ്യുമ്പോൾ 81.9 കിട്ടും. അടുത്ത 5 എണ്ണം ചെയ്യുമ്പോൾ ഇത് കിട്ടും 120-യുടെ അടുത്ത 6 എണ്ണം വെച്ചിട്ട് മേളിൽ നിന്ന് 6 എണ്ണം വെച്ച് ആഡ് ചെയ്യുക. അങ്ങനെ ഇത് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. ഒരു കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് ചോദിക്കത്തില്ല, ചിലപ്പോൾ ഇത്രയും കുറേ സമയം എടുക്കുമായിരിക്കുമല്ലോ. ഈ ഒരു 3 ടൈം ഇൻ്റർവെല്ലിൽ ചിലപ്പം ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇൻ ദി എബോവ് ടേബിൾ ദ ബോൾഡ് ഫിഗേഴ്സ് ഡിനോട്ട് ദി മാക്സിമം റെയിൻഫോൾ ഡെപ്ത് ഫോർ റെസ്പെക്റ്റീവ് ഡ്യൂറേഷൻ. അപ്പോൾ ഇതിനകത്ത് 1-2 ബോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതേ ഉള്ളൂ, 27.3 ഇച്ചിരി ബോൾഡാണ്. ഇവിടെ 45.5, ഇവിടെ 59, 74, 101, 123 ഒക്കെ. അപ്പം
നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാക്സിമം റെയിൻഫോൾ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ദസ് ദ മാക്സിമം റെയിൻഫോൾ ഫോർ 15, 13 മിനിറ്റ്, 45 മിനിറ്റ്, 60, 90, 120 മിനിറ്റ്സ് റെസ്പെക്റ്റീവ്ലി എന്ന് വന്നിട്ട്, എന്ന് വെച്ചാൽ ആ ഒരു കോളം ഈ 15 മിനിറ്റിൻ്റെ കോളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ 27.3 അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം അതൊക്കെ ആ ഓരോന്നുമാണ് ആ ഓരോ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലേയും എന്ത് മാക്സിമം റെയിൻഫോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ മാക്സിമം റെയിൻഫോൾ ഡെപ്ത് എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മാക്സിമം ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ് മെയിൻ ക്വസ്റ്റ്യനും, പിന്നെ ആ ഒരു പ്ലോട്ട് ചെയ്യാൻ എന്തൊക്കെ തമ്മിൽ മാക്സിമം റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും തമ്മിലുള്ള കേവ്. അപ്പം മാക്സിമം ഇൻറ്റൻസിറ്റി ഫോർ 15 മിനിറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മാക്സിമം റെയിൻഫോൾ ഡെപ്ത് ഇല്ലേ ആ കോളത്തിൽ ഏറ്റവും വലിയത് ഡിവൈഡ് ബൈ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് അവർ ആക്കുമ്പോൾ 0.25 അത്ര mm/h കിട്ടും. അടുത്ത 30 മിനിറ്റ് ഡ്യൂറേഷനുള്ളത് ആ ഒരു കോളത്തിലെ ഏറ്റവും വലിയ വാല്യൂ ഡിവൈഡ് ബൈ 30 മിനിറ്റിനെ അവർ ആക്കുമ്പോൾ 0.5 കിട്ടും. അത് ചെയ്യുക. അങ്ങനെ ഓരോ മിനിറ്റിലെയും വാല്യൂസ് കണ്ടുപിടിക്കുക, എന്നിട്ട് കേവ് വരയ്ക്കുക. മാക്സിമം ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷൻ തമ്മിൽ ആദ്യത്തെ 50 മിനിറ്റിന് നേരെയുള്ളത് 109.2 അത് മാർക്ക് ചെയ്യുക. അടുത്ത 30 മിനിറ്റിന് 91 ആണ്. അപ്പോൾ ഇവിടെ 91 മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്മൂത്ത് കേവ് വരയ്ക്കുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത് മാക്സിമം ഇൻറ്റൻസിറ്റി ഡ്യൂറേഷൻ കേവ്. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ദ വാല്യൂസ് ഓഫ് ആനുവൽ precipitation at a rain gauge station in mm/year in chronological sequence from 1972 to 1981 are indicated below. ഓക്കെ, അപ്പം 1972 തൊട്ട് 1981 വരെയുള്ള വർഷങ്ങളിലെ ഓരോ വർഷത്തെയും എന്താണ് ആനുവൽ precipitation വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് mmലുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് precipitation which has a recurrence interval of 6 years using the probability of statistical method. അപ്പം പ്രോബബിലിറ്റി മെത്തേഡ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ 6 years റിക്കറൻസ് ഇൻ്റർവൽ ഉള്ള precipitation കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. മൊത്തത്തിൽ എത്ര നമ്പർ ഓഫ് ഇയേഴ്സിലെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. 12 എണ്ണം ഉണ്ടായിരിക്കും. ഇത് എണ്ണം നോക്കിയാൽ മതി. 1972 തൊട്ട് 1981 വരെ ഉള്ളത് 12 വർഷത്തിൽ തന്നിട്ടുണ്ട്. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് റെക്കോർഡ് ഇസ് അവൈലബിൾ. അത് N എന്നാണെങ്കിൽ 12 ഇയേഴ്സിന് അവൈലബിൾ ആണ്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന റിക്കറൻസ് ഇൻ്റർവൽ എത്രയാണ്? ക്യാപിറ്റൽ T 6 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ റാങ്കിങ് ഓഫ് സ്റ്റോം എന്നുള്ള ടേം ഉണ്ട്, അതിനെ M എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ N/T 12/6 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഹെൻസ് വി ഷുഡ് പിക്ക് അപ്പ് ദി സെക്കൻഡ്. അപ്പം ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് precipitation which has a recurrence interval of 6 years എന്ന് വെച്ചാൽ ഇതിലെ ഈ തന്നിരിക്കുന്നതിലെ സെക്കൻഡ് സിവിയറസ്റ്റ് സ്റ്റോം എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതലുള്ള സ്റ്റോമിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് വേണ്ട വാല്യൂ ഓഫ് precipitation 6 years റിക്കറൻസ് ഇൻ്റർവൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂവിൽ നിന്ന് ഏറ്റവും വലിയത് 1666. അടുത്ത ഏറ്റവും വലിയത് ഏതാ? 926 ആണല്ലേ. അപ്പോൾ അതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടേണ്ടത്. 6 years ഓഫ് റിക്കറൻസ് ഇൻ്റർവൽ ഉള്ള precipitation എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദി റെക്കോർഡ് വി ഫൗണ്ട് ദാറ്റ് മോസ്റ്റ് സിവിയർ എന്ന് പറഞ്ഞാൽ 1066 mm ആണ്. നെക്സ്റ്റ് അടുത്ത സിവിയർ സ്റ്റോം എന്ന് വെച്ചാൽ 926 ആണ്. ഹെൻസ് ദ വാല്യൂ ഓഫ് precipitation വിച്ച് ഹാസ് എ റിക്കറൻസ് ഇൻ്റർവൽ ഓഫ് 6 years എന്ന് വെച്ചാൽ ആ ഒരു വാല്യൂ ആയിരിക്കും. ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ഒരു 4 ആയിരുന്നെങ്കിൽ 12/4 എത്ര കിട്ടിയേനെ? 3 കിട്ടിയേനെ. അപ്പം എന്താണ് തേർഡ് സിവിയറസ്റ്റ് സ്റ്റോം എന്നായേനെ. അപ്പം ഇതുമല്ല 926 അല്ല, പിന്നീട് അടുത്ത ഏതാ ഏറ്റവും വലിയത്? 853. അപ്പോൾ അതാവുമായിരുന്നു ആൻസർ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അപ്പോൾ ഇൻ കേസ് ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിലെ ഇപ്പം എത്ര ക്വസ്റ്റ്യൻ തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പം ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ.